ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ശീമ നെല്ലിക്ക കൊണ്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കുമൊക്കെ അച്ചാറിടാൻ അറിയാമായിരിക്കും, പക്ഷെ ഞാൻ ഇടുന്ന രീതിയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ശീമ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊന്നും കളഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെ കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അച്ചാറിടുന്നത്. അപ്പോൾ നല്ല ഉപ്പൊക്കെ നെല്ലിക്കയിൽ പിടിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാം. അതിലേക്ക് 1.5 സ്പൂൺ അച്ചാർ പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ കായപ്പൊടിയും കൂടെ നെല്ലിക്കയിലിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുവും ഉലുവയും ഇട്ട് പൊട്ടിക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പിടി വെളുത്തുള്ളിയും കൂടെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തല്ല എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചിടുമ്പോൾ ഇച്ചിരി കൂടെ അതിൻ്റെ നല്ല ഫ്ലേവർ ആ നെല്ലിക്കയിൽ പിടിച്ച് കിട്ടും. നെല്ലിക്ക ആകുമ്പോൾ ഇങ്ങനെ ചതച്ചിടുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 7-8 കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ മൂത്ത് കിട്ടുമ്പോൾ മസാലയൊക്കെ അച്ചാർ പൊടിയൊക്കെ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചിട്ട് നമ്മൾ നെല്ലിക്കയൊക്കെ തട്ടിയിട്ട് ആ രീതിയിൽ അച്ചാർ ഞാൻ ഇടാറുണ്ട്. ഈ രീതിയിൽ ഇടാറുണ്ട്. ഇത് ഇച്ചിരി കൂടെ ഈസി ആയിട്ട് ഇടാൻ പറ്റിയ ഒരു രീതിയാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് ഞാൻ ഇട്ടാലും. വെളുത്തുള്ളിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അധികം പഴുക്കാത്ത നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് അടുപ്പിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അത് വെന്ത് കിട്ടിക്കോളും. പഴുത്ത നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം അടുപ്പിൽ കണക്ക് വെച്ചിരിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിപൊളി ലവലോലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ശീമനെല്ലിക്ക എന്നാണ് പറയാറുള്ളത്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് അച്ചാറിട്ട് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ.